ഗുഡ് മോർണിംഗ്. 19 ഓഗസ്റ്റ് 2025 ചൊവ്വ. പ്രധാന വാർത്തകൾ വരുന്നത്: NH കുരുക്ക് ആഞ്ഞടിച്ച് സുപ്രീം കോടതി, ഈ ടോൾ അന്യായം. മോശം റോഡിന് ജനം എന്തിന് ടോൾ നൽകണം? അവിടെയൊക്കെ 5-8 മണിക്കൂറാട്ടോ ടോളിൽ ഈ യാത്രാക്കുരുക്കിൽ പെട്ടിരിക്കുന്ന ഓരോരുത്തർ. അടുത്ത പ്രധാന റോട്ടിലൊക്കെ മുഴുവൻ കുഴികളാട്ടോ. റോട്ടിലെ കുഴികൾ പ്രതിഷേധം ഇരുമ്പും. കണ്ടിന്യൂസ് മഴയായപ്പോൾ റോഡൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഗ്രാമീണരോട് വോട്ട് കൊള്ളാം വിശദീകരിച്ച് രാഹുൽ. കമ്മീഷനോട് ജനങ്ങൾ ചോദിക്കും സത്യവാങ്മൂലം രാഹുൽ. കമ്മീഷണർക്ക് BJP അംഗത്വമുണ്ടോ എന്ന് തേജസ്വി. അസംബന്ധങ്ങൾക്കൊന്നും മറുപടിയില്ല ഗോവിന്ദൻ. ഓൺലൈൻ ഗെയിം കളിച്ച് കടബാധിത സ്കൂൾ ജീവനക്കാരൻ ജീവനൊടുക്കി. ഓൺലൈൻ റമ്മികളിയായിരിക്കും. ഞാനേ സ്കൂളാണേ. പുൽപ്പള്ളി ചേക്കടി ഗവൺമെന്റ് LP സ്കൂളിലെത്തിയ 3 മാസം പ്രായമുള്ള കാട്ടാനക്കുട്ടിക്ക് ചുറ്റും കൂടി വിദ്യാർത്ഥികൾ. സ്കൂളിൽ ഇപ്പോൾ ആനയൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആനക്കുട്ടിയാണ്, കുറച്ച് ആന എത്തും. ഗാസ വെടിനിർത്തലിന് പുതിയ രൂപരേഖ അംഗീകരിച്ച് ഹമാസ്. 60 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം. ഇതിനു മുന്നേ ഒരു വട്ടം വെടിനിർത്തൽ ഉണ്ടായിരുന്നതാണ്, പിന്നെയും സ്റ്റാർട്ട് ചെയ്തതാണത്. ട്രെയിനുകളിൽ കനത്ത തിരക്ക്. മെമോ അടക്കം ഹ്രസ്വദൂര വണ്ടികളിൽ കോച്ചുകളുടെ എണ്ണം കൂട്ടാൻ നടപടിയില്ല. ട്രെയിനിലൊക്കെ ഇപ്പോൾ ഭയങ്കര തിരക്കും പരിപാടിയൊക്കെ ആയിട്ടോ. പിന്നെ സ്പോർട്സ് ന്യൂസിൽ പ്രധാനപ്പെട്ട വരുന്നത്: ഏഷ്യ കപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ശുഭ്മാൻ ഗില്ലിനെ വാദിച്ച് ഗംഭീർ, പിന്തുണച്ച് അഗാർക്കർ. GST പരിഷ്കരണം, ചെറു കാറുകൾക്ക് വില കുറഞ്ഞേക്കും. 350cc കുറഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും വില കുറയും. ബൈക്കിനൊക്കെ ഇടയ്ക്ക് നല്ല വില കൂടിയാണ്. അപ്പോൾ 350cc കുറഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്ക് വില കുറയും. സ്വർണം 74,200 രൂപ പവന്. ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.